ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ലളിതാ ത്രിപുര സുന്ദരി എന്നും രാജരാജേശ്വരി, പരാഭട്ടാരിക, ലളിതാംബിക ഇങ്ങനെ നമ്മൾ ഒരുപാട് ആ പേരില് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ അടിസ്ഥാന ദേവതയായിരിക്കുന്ന ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് അനേക കാലങ്ങൾക്ക് മുമ്പേ ദീപകനാഥ സിദ്ധർ അദ്ദേഹത്തിന്റെ ത്രിപുര സുന്ദരി ദണ്ഡകത്തിലൂടെ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയെ എങ്ങനെയാണ് ദർശിച്ചിരിക്കുന്നത്, എന്താണ് അതിലുള്ള ഇന്നത്തെ നമ്മൾ കാണുന്ന ദേവിയുടെ സ്ഥൂലമായിരിക്കുന്ന രൂപത്തിനും അമ്മയുടെ മന്ത്രസ്വരൂപത്തിനും അമ്മ കയ്യിൽ വെച്ചിരിക്കുന്ന ആയുധങ്ങൾക്കും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദേവിയുടെ സ്ഥൂല രൂപം, സൂക്ഷ്മ രൂപം, മന്ത്രസ്വരൂപം ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ത്രിപുര സുന്ദരി ദണ്ഡകം എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിരിക്കുന്ന ദീപകനാഥ സിദ്ധറുടെ ആ ഒരു ത്രിപുര സുന്ദരി ദണ്ഡകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ വിവരങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയെക്കുറിച്ച് എത്രത്തോളം അറിയുന്നു അത്രത്തോളം നമുക്ക് അമ്മയുമായിട്ട് അടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അമ്മയുടെ സ്ഥൂല രൂപം നമുക്ക് ആദ്യമായിട്ട് നോക്കണം. ദ്വാപര യുഗത്തിലെ ഗുരുക്കന്മാരാണ് നമ്മൾ സിദ്ധൗക ഗുരു പരമ്പര എന്ന് പറയുന്നത്. അപ്പോ കലിയുഗത്തിലെ ഗുരുക്കന്മാരെ നമ്മള് മാനൗക ഗുരുക്കന്മാരെന്നാണ് പറയുന്നത്. അപ്പൊ ത്രിപുരാദേവിയുടെ ആ ഒരു എന്താ പറയാ, ആ ദേവിയുടെ ഒരു ആദിമ സങ്കല്പത്തില് ദേവി പത്മാസനത്തില് രണ്ട് കൈകളോടുകൂടി ഒന്നില് അക്ഷമാലയും ഒന്നില് പുസ്തകവും ധരിച്ചിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അമ്മയുടെ ഒരു ത്രയക്ഷരി മന്ത്രം എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മൾ ബാലയ്ക്കാണ് ത്രയക്ഷരി, ഷഡാക്ഷരി, നവാക്ഷരി ഒക്കെ പറയുന്നത്. അന്നത്തെ ദേവിക്ക് അന്ന് ആ രീതിയിൽ കാണുന്ന ദേവി, അന്ന് ഇപ്പൊ ദേവിക്ക് 4 കൈകളുണ്ട് നമുക്കെല്ലാം അറിയാം അല്ലെ. പാശം, അങ്കുശം, പുഷ്പബാണം, മനോരൂപേക്ഷ, കോദണ്ഡം, ഇതാണ് അമ്മയുടെ രൂപം. പക്ഷെ അന്ന് 2 കൈകൾ മാത്രമായിട്ടാണ് ദേവിയെ കണ്ടിരുന്നത്. അതിൽ ഒരു കൈയിൽ അക്ഷമാലയും ഒന്നിലെ പുസ്തകവും ധരിച്ചിട്ടാണ് കാണപ്പെട്ടിരുന്നത്. അപ്പൊ ത്രയക്ഷരി മന്ത്രമാണ് ത്രിപുര സുന്ദരിയുടെ ബീജാക്ഷരങ്ങളായിട്ട് പറഞ്ഞിരുന്നത്. ബാല, ലളിത എന്നൊന്നും ത്രിപുര സുന്ദരി ആദ്യകാലത്ത് അറിഞ്ഞിരുന്നില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസം പണ്ടുകാലത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ശ്രീക്രമം ദക്ഷിണ ഭാരതത്തില് വികസിച്ചപ്പോഴാണ് ആ ഒരു പഞ്ചദശി മന്ത്രം ത്രിപുര സുന്ദരിയുടെ പ്രധാന മന്ത്രമായിട്ടും ത്രയക്ഷരി ബാലാമന്ത്രമായിട്ടും രൂപാന്തരപ്പെട്ടത്. അപ്പൊ ദേവിയുടെ സ്ഥൂല രൂപം ആദ്യം നമുക്കൊന്ന് നോക്കാം. കാരണം ത്രിപുര സുന്ദരി എന്ന് പറയുമ്പോൾ ത്രയക്ഷരി ബീജശക്തി എന്നാണ് പറയുന്നത്. അപ്പൊ വാഗ്ഭവ ബീജം, കാമരാജ ബീജം, ശക്തി ബീജം എന്നീ ബീജത്രയങ്ങളെ ആണ് ത്രയക്ഷരി മന്ത്രം എന്ന ആ ഒരു എന്താ പറയാ, ആ മന്ത്ര ദേവതയായിട്ട് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് നമസ്കരിക്കുന്നത് ഈ ദേവതയാണ്. അപ്പൊ മന്ത്രവും ദേവതയും തമ്മിൽ അഭേദമായിരിക്കുന്ന ബന്ധമുണ്ട് നമുക്കറിയാം. അപ്പൊ ആ ഒരു ത്രിപുരാദേവി തന്നെയാണ് ഈ ത്രയക്ഷര മന്ത്ര ദേവത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജഗത്തിന്റെ ഏക മാതാവായിരിക്കുന്ന ത്രിപുരാദേവി ആ ഒരു കാൽക്കൽ നമസ്കരിക്കുന്ന ത്രിമൂർത്തികളുടെയും ഇന്ദ്രാദി ദിക്പാലകരുടെയും കിരീടങ്ങളിൽ തിളങ്ങുന്ന രത്നങ്ങളുടെ കൂട്ടം പുഷ്പങ്ങളാണോ എന്ന് തെറ്റിദ്ധരിച്ച് ആ ഹ്രീങ്കാരം പുറപ്പെടുവിച്ച് എത്തുന്ന വണ്ടുകളെ ഇളക്കിക്കൊണ്ട് മന്ദമായി മൃദു വിന്യാസം ചെയ്യുന്ന ദേവി പ്രപഞ്ച സൃഷ്ടിയാദി ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദേവിയുടെ ആ ഒരു എന്താ പറയാ, ചുവന്ന കാലടിയിലെ നഖങ്ങളുടെ തേജസ് ആ ഒരു ശിവ തേജസ്സിന് തുല്യമായിരിക്കുന്നു എന്ന് പറയണു. ആ ഒരു എന്താ പറയാ, ശിവനാൽ പോലും നമസ്കരിക്കപ്പെടുന്ന പാദങ്ങൾ എന്നാ പറയുന്നത്. കാരണം രുദ്രൻ എന്ന് പറയുന്നത് ശിവന്റെ അവതാരം തന്നെയാണ് അല്ലെ. അപ്പോ ശിവനാൽ എരിക്കപ്പെട്ട മന്മഥൻ പുനർജന്മത്തിന് കാരണമായത് ദേവിയുടെ ഈ പാദകമലങ്ങളാണ് എന്ന് പറയുന്നു. ലളിതാ സഹസ്രനാമത്തില് ഹരനേത്രാഗ്നി സംതപ്ത കാമസജ്ജീവൻ ഔഷധി. അപ്പൊ ശുദ്ധവിദ്യയുടെ ഇരിപ്പിടമായിരിക്കുന്ന കണങ്കാലി ഇല്ലാതാക്കുന്ന തുടകള്, സ്വയം പ്രകാശ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയുടെ കടിപ്രദേശം മിന്നൽ പിണറിന്റെ ശോഭയാർന്ന ആ ഒരു മാണിക്യങ്ങളാൽ ബന്ധിക്കപ്പെട്ട കാഞ്ചി ധാമത്തോടു കൂടിയും അവ ഒഡ്യാണം, അതായത് ആ ദേവി ഒഡ്യാണം, മനോഹരമായിരിക്കുന്ന ഒഡ്യാണം അണിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ആ മനോഹരമായ ഒഡ്യാണം തിളങ്ങുന്ന മനോഹരമായിരിക്കുന്ന അരക്കെട്ടോടു കൂടിയവൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്തയും ഭൂമണ്ഡലത്തിന്റെ നായികയുമായിരിക്കുന്ന ദേവിയുടെ ആ ഒരു മൃദു രോമാവലികൾ മന്മഥനാകുന്ന
ആനയെ നിയന്ത്രിക്കാൻ ഉള്ള അങ്കുശം പോലെ ശോഭിക്കുന്നു. നാഭ്യാലവാല രോമാളി ലതാബല കുജദ്വയി എന്ന ലളിതാ സഹസ്രനാമം. അപ്പൊ ദേവിയുടെ ഉദരത്തിലെ ത്രിവലികൾ വലംപിരിയായി ചുഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പൊക്കിൾ ചുഴി ഉന്നത കുലജാതരായിരിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നെറ്റിയിലും കഴുത്തിലും ഉദരത്തിലും 3 വരകൾ ഉണ്ടായിരിക്കുമെന്നും അത് മഹത്തായ അനുഗ്രഹ ലക്ഷണമാണെന്നും സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട്. സുന്ദരമായിരിക്കുന്ന ശരീരഭാഗങ്ങളോടുകൂടി അമ്മയുടെ കഴുത്തിന്റെ അടുക്കടുക്കായിട്ടിട്ടിരിക്കുന്ന മുത്തുമാലകൾ ആകാശഗംഗ തരംഗം പോലെ നമുക്ക് തോന്നും. ആ ഒരു പരമശിവ പത്നിയായിരിക്കുന്ന ആ ഉമ ആ ഒരു സ്വർണഗിരി പോലെ ഉള്ള ഉത്തുംഗങ്ങളായിരിക്കുന്ന സ്തനയുഗ്മങ്ങളോടുകൂടി അതീവ മനോഹരിയായിട്ട് ശോഭിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ശംഖിന്റെ വരകളോടുകൂടിയ കണ്ഠപ്രദേശവും കാമഗിരി തുടങ്ങിയ പീഠങ്ങളും 64 ശക്തിപീഠങ്ങളോടും കൂടിയ മഹാശക്തിയാണ് ഈ പരമേശ്വരി. ശോഭയോടുകൂടി ഇരിക്കുന്നതും നീണ്ടതുമായിരിക്കുന്ന മനോഹരങ്ങളായിരിക്കുന്ന കൈകള്, ആ ദേവിയുടെ കൈകള് താമരത്തണ്ട് പോലെ ശോഭിക്കുന്നു. അമൂല്യമായിരിക്കുന്ന കങ്കണങ്ങള്, അതിൽ പതിച്ചിരിക്കുന്ന അമൂല്യ രത്നങ്ങള്, മണികണ്ഠത്തിൽ ധരിച്ച് രത്നങ്ങൾ പോലെയുള്ള നഖങ്ങള്, ആ ഒരു ഇവയിൽ വർദ്ധിച്ച കിരണങ്ങളോട് കൂടിയ ആ കൈകളാല് ദേവി ഭണ്ഡാസുരനെ ജയിച്ചതെന്ന് പറയുന്നു. അമ്മയുടെ കൈകൾ കണ്ടാൽ എങ്ങനെയാണ് ഇത്രയും ഒരു ഭയങ്കരനായിരിക്കുന്ന അല്ലെ, ഈഗോയുടെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന ഭണ്ഡാസുരനെ അമ്മയുടെ ഈ തളിര് പോലെയുള്ള കൈകൾ കൊണ്ടാണ് വധിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. ശ്രേഷ്ഠമായിരിക്കുന്ന ശരണാഗതി സ്ഥാനം ഈ പാദപത്മങ്ങൾ മാത്രമാണ്. ജ്വലിക്കുന്ന പാദപത്മത്തിന്റെയും മരതകത്തിന്റെയും കല്ലുകൾ പതിച്ച കുണ്ടലങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന ശോഭയാല് ദേവിയുടെ കവിൾത്തടങ്ങളെ മഴവില്ല് പോലെ ശോഭിക്കുന്നു. മഹാസിദ്ധന്മാരാലും ഗന്ധർവ കിന്നരന്മാരാലും തുമ്പുരു മുതലായവരാലും രചിക്കപ്പെട്ട ശ്രേഷ്ഠമായിരിക്കുന്ന പദ്യങ്ങളുടെ ആ ഒരു ശുഭകരമായിരിക്കുന്ന ശൃംഗാരരസ സമ്പൂർണമായിരിക്കുന്ന സംഗീതം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാതുകളോട് കൂടിയിരിക്കുന്നവളാണ് അമ്മ ഈ ദേവി. ഈശ്വരിയായ അമ്മ ജയിക്കട്ടെ എന്ന് പറയുന്നു അദ്ദേഹം. പല ശ്ലോകങ്ങളുടെ സ്ഥൂലാർത്ഥമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി ആ ഒരു സുഗന്ധ താമ്പൂല ചർവണം കൊണ്ട് ആനന്ദം കൊണ്ട് വികസിച്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിരിക്കുന്ന ദേവി, സുന്ദരമായ മുഖത്തോടുകൂടി ആ ദേവിയുടെ ചുണ്ടുകള് ആ പിഞ്ചായിരിക്കുന്ന പവിഴത്തിന്റെ ശോഭയോട് കൂടിയതും അതിനടുത്ത് വിശ്രമിക്കുന്ന പല്ലുകളുടെ തിളക്കം കണ്ടാല് ശരത്കാല ചന്ദ്രകിരണങ്ങൾ അശോക പുഷ്പത്തിൽ തട്ടിയതുപോലെയുള്ള പ്രതീതി ഉണ്ടാകുന്നു. അപ്പൊ വിശ്വകർമാവ് ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയാ വിധി സൂത്രം പോലെ നേരെ സമമായിരിക്കുന്ന മൂക്കിന്റെ രേഖയോട് കൂടിയതും സാമുദ്രിക ലക്ഷണങ്ങൾ എല്ലാം തികഞ്ഞതും അഭൗമമായിരിക്കുന്ന കാന്തിയോടുകൂടി പ്രകാശിക്കുന്ന കവിൾത്തടങ്ങളോടുകൂടിയും ഇരുട്ടെല്ലാം നശിക്കുന്ന സ്ഥലമാണ് ആ കവിൾത്തടങ്ങൾ എന്നർത്ഥം. അപ്പൊ ദേവിയുടെ കണ്ണുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വിശാലമായിരിക്കുന്ന കണ്ണുകളിലെ കൃഷ്ണമണികള് നീല താമര പോലെ, അതിന്റെ ഇരുവശത്തുമുള്ള ആ വെള്ള നിറം വിടർന്ന മുല്ലപ്പൂക്കൾ പോലെയും ദേവിയുടെ നോട്ടങ്ങള് 2 പുഷ്പങ്ങളെ ആകാശത്തേക്ക് വീശി വിതറുന്ന പോലെയും നമുക്ക് തോന്നും. കാരണം അത്ര മനോഹരമായിരിക്കുന്ന അമ്മയുടെ കണ്ണുകൾ, കരുണ നിറഞ്ഞ കണ്ണുകളാണ് അമ്മയുടേത് അല്ലെ. ഇനി മന്മഥന്റെ വില്ലിനെ തോൽപ്പിക്കുന്ന പുരികങ്ങള്, വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലികായേ നമ. ദേവിയുടെ നെറ്റിത്തടത്തില് കർപ്പൂരം കൊണ്ട് തൊട്ട ആ ഒരു ബിന്ദു പോലെ ഇരിക്കുന്ന നെറ്റിയുടെ മധ്യഭാഗത്തായി തൊട്ടിരിക്കുന്ന കസ്തൂരി തിലകം, ആ ഒരു ബിന്ദു പദത്തോടു കൂടിയ നെറ്റിത്തടം, അഷ്ടമി ചന്ദ്രക്കല പോലെ ശോഭിക്കുന്ന ആ മനോഹരമായ നെറ്റിയെ കണ്ടാൽ എല്ലാ ശോകങ്ങളും നമ്മളെ വിട്ടുപോണു. ഉത്തമ പാണ്ഡിത്യമുള്ളവളാണ് ദേവി എന്ന് ദ്യോതിപ്പിക്കുന്നതാണ് അമ്മയുടെ ഈ നെറ്റിത്തടം, ആ ഉയർന്ന നെറ്റിത്തടം അല്ലെ. ഇപ്പൊ കസ്തൂരി തിലകം, 3-ാം തൃക്കണ്ണുമായി ശോഭിക്കുന്ന നെറ്റിത്തടം എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തിന്റെ മേഖല തന്നെയാണ്. ദേവിയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമണിയാകുന്ന വംശമുത്തുക്കളാൽ ചേർത്ത ജാലകത്താൽ ആഭരണം, അതായത് ഇളകുന്ന കുറുനിരകളുടെ ആ ഒരു എന്താ പറയാ കുറുനിരകളുടെ കൂട്ടം, മുല്ലപ്പൂ മാലയിൽ കൂടി ഇരിക്കുന്ന വണ്ടുകളുടെ കൂട്ടം പോലെ നമുക്ക് തോന്നും. അപ്പൊ ദേവിയെ സദാ ആശ്രയിക്കുന്ന ഭക്തജനങ്ങളുടെ കൂട്ടത്തെയാണ് ഈ വണ്ടുകളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ തലമുടിയിൽ ചൂടിയിരിക്കുന്ന വിവിധ സുഗന്ധ പുഷ്പങ്ങളാൽ കെട്ടിയിരിക്കുന്ന മാല ധരിച്ചിരിക്കുന്നു. മുടിക്കെട്ടിൽ ആ ഒരു ചന്ദ്രക്കലയുടെ അമൃത കിരണങ്ങൾ ശിരസിന്റെ മുകൾ ഭാഗം മുഴുവനായി വീണ് പരന്ന് പ്രകാശിക്കുന്നു.
ഇത് 3 ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ദേവിയുടെ പ്രശസ്തിയാകുന്ന കുട പോലെ കാണപ്പെടുന്നു. ശിവസ്വരൂപിണിയായിരിക്കുന്ന പരദേവതയ്ക്ക് നമസ്കാരമെന്ന് അദ്ദേഹം പറയുകയാണ് ആദ്യത്തെ അമ്മയുടെ സ്ഥൂല വർണ്ണനയ്ക്ക് ശേഷം. ആരുടെ മധുരമായ ചിരിയുടെ പ്രകാശത്തിലാണോ പൂർണ്ണചന്ദ്രന്റെ പ്രകാശം പോലും ഒന്നുമില്ലാതായി തീരുന്നത്, ആ പുഞ്ചിരിയെ കവികള് ഒന്നിനോടും ഉപമിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ഉപമയ്ക്ക് അതീതമാണത്. സ്ഫടികങ്ങളാൽ കോർക്കപ്പെട്ട അക്ഷമാല ദേവി രാത്രികാലത്ത് കറക്കി ജപിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാല് നക്ഷത്രമണ്ഡലത്തെ ആകെ തിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പൊ ദേവി അക്ഷമാല കയ്യിൽ വെച്ച് സദാ മൂല മന്ത്രജപം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയണു. ശുദ്ധമായ ദക്ഷിണമാർഗ സമയാചാരത്തോടു കൂടിയവളാണ് ദേവി എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റേ കയ്യില് മഹാജ്ഞാനമയമായിരിക്കുന്ന പുസ്തകത്തെ ധരിച്ചിരിക്കുകയാണ്. ആ ഒരു സകല ആഗമ നിഗമ തന്ത്രങ്ങളുടെയും ജ്ഞാനം മുഴുവനും പ്രദാനം ചെയ്യുന്ന പുസ്തകമാണ് ദേവി ഇടത്തെ കരകമലത്തിൽ ധരിച്ചിരിക്കുന്നത്. ഇത് വാമാചാരത്തിന്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്നു. ശ്രീവിദ്യ ഉപാസനയിലെ 2 പ്രധാനപ്പെട്ട ആചാരങ്ങളെയാണ് ഇത് പറയുന്നത്. ദേവി ഉപാസനയുടെ വാമമാർഗത്തിന്റെയും ദക്ഷിണമാർഗത്തിന്റെയും പ്രാധാന്യമാണ് പുസ്തകവും അക്ഷമാലയും കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് അർത്ഥമെടുക്കേണ്ടത്. അപ്പൊ വാമമാർഗം എന്ന് പറഞ്ഞത് പഞ്ചമകാരങ്ങൾ കൊണ്ടുള്ള സാധന അല്ല. പലരും ഇന്ന് അങ്ങനെയാണ് അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിനെ വീരസാധന എന്നാണ് പറയുന്നത്. പഞ്ചമകാരങ്ങൾ ഒന്നും ഇന്ദ്രിയ ആസ്വാദനത്തിൽ കൂടി അല്ല ഭുജിക്കപ്പെടേണ്ടത്. കാരണം ഒരു മനുഷ്യന്റെ പതനത്തിന് കാരണമാകുന്ന 5 കാര്യങ്ങളെ ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അതെന്തായിട്ട് തീരണു? വീരസാധനയായിട്ട് തീരുകയാണ്. എന്താണ് ഈ 5 കാര്യങ്ങള്? പഞ്ചമകാരങ്ങളില് മദ്യം, മാംസം, മൈഥുനം, മത്സ്യം, മുദ്ര. ഇവയൊക്കെ തന്നെ ഇന്ദ്രിയ ആസ്വാദനത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറിച്ച് അത് ഇന്ദ്രിയ നിഗ്രഹണത്തിനുള്ളതാണ് എന്ന പഞ്ചമകാര സാധന നമ്മളെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് അത് സമർപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും എന്താണ്? ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള കാര്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനമയമായിരിക്കുന്ന പുസ്തകം വാമമാർഗത്തെ കാണിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കാമാദി സകല വികാരങ്ങളെയും ബലികഴിച്ച് പരമശാന്തി അവസ്ഥയെ പ്രാപിച്ച ജിതേന്ദ്രിയനും സത്യവാദിയുമാണ് വാമമാർഗത്തിന് യോഗ്യനായ വീരൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ അത്യുന്നത രീതിയിലെത്തിയ ദിവ്യ സാധകന്മാർക്ക് മാത്രമാണ് വാമമാർഗം പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമാർഗമാണ് വാമമാർഗം. ഈ ത്രിപുരസുന്ദരിയുടെ 2 കൈകളോടുകൂടി ആ പരദേവതയുടെ 2 ഉപാസനാ മാർഗങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അക്ഷമാലയും പുസ്തകവും മാത്രം ധരിച്ചിരിക്കുന്ന ഭാവത്തിലാണ് ഈ ദേവി, ഈ ത്രിപുരസുന്ദരിയെ നമ്മള് ഈ എന്താ പറയാ ത്രിപുരസുന്ദരി ദണ്ഡകത്തില് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. കാശ്മീരത്തിലെ ത്രിപുരാക്രമത്തിലെ ദേവിയുടെ ഭാവമാണിത്. ആ യോഗ്യ പര്യങ്ക ബദ്ധാസന സ്ഥിതിയായിട്ടാണ് ദേവിയുടെ ഇരിപ്പ്. ഇന്നത്തെ 4 കൈകളില് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? കരിമ്പ് വില്ല, പുഷ്പബാണങ്ങള്, പാശം, അങ്കുശം അല്ലെ? അങ്ങനെയുള്ള ലളിതാ ത്രിപുരസുന്ദരിയുടെ ഭാവം അല്ലിത്. ഇത് വളരെ വ്യത്യാസമാർന്ന ഒരു ഭാവമാണ്. ദിവ്യമായ മുഖത്തോടുകൂടി ദേവി യോഗ പര്യങ്ക ബദ്ധാസന നിലയായിട്ടാണ് കാണപ്പെടുന്നത്. ശിവാഭിന്നയായതുകൊണ്ട് ആ ഒരു പരമോത്തുംഗ യോഗാവസ്ഥയില് ആ ഒരു സുസ്ഥിര പത്മാസനത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അമ്മ സുവദനയാണ്, ആ ഒരു സുരസേവിതയാണ്. കാവ്യ നാടകാദി 64 കലകളിലും ശ്രേഷ്ഠമായിരിക്കുന്ന രസനയുള്ളവളാണ് ദേവി. ആ ഒരു സൗഭാഗ്യ ദർശനത്തോടു കൂടിയവളും പരമേശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടവളും കാമേശ്വരന്റെ മനസ്സിനെ ആ ഒരു മഗ്നമാക്കുന്ന മന്ദസ്മിതത്തോടു കൂടിയവളും ദേവന്മാരുടെ സങ്കടം തീർത്ത് അവർക്ക് ഈശ്വരിയായി, അതായത് സുരേഷിയായിട്ട് വിളങ്ങുന്നവളും ആ ഒരു എന്താ പറയാ ജഗദംബിക, ആ ജനനി. അപ്പൊ ആ ജഗദംബിയെ നമ്മൾ സ്ഥൂലമായ വർണ്ണനയിൽ നമസ്കരിക്കുകയാണ്. അമ്മേ ജനനി തുഭ്യം നമോ. അമ്മ, അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അമ്മയല്ലാതെ ഈ ജഗത്തിനെ സൃഷ്ടിച്ച ഞങ്ങളുടെ എല്ലാം അമ്മയായിട്ട് വിളങ്ങുന്ന അമ്മയുടെ പാദം കമലത്തിൽ ഇതാ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ അമ്മയെ അവിടുന്ന് വിജയിച്ചരുളിയാലും ഇതാ അവിടത്തേക്ക് എന്റെ നമസ്കാരം. അപ്പൊ അദ്ദേഹം വീണ്ടും വീണ്ടും അമ്മയെ നമസ്കരിക്കുകയാണ്. കാരണം ഇവിടെ ഉള്ളതൊന്നും എന്റേതല്ല, ഇതം നമമ അല്ലെ, എല്ലാം അമ്മ ഉണ്ടാക്കിയതാണ്, അമ്മയുടേതാണ്. ഇതുവരെ നമ്മൾ കണ്ടത് വിശദമായിരിക്കുന്ന അമ്മയുടെ അലങ്കാര പ്രയോഗങ്ങളോട് കൂടിയുള്ള ദേവിയുടെ സ്ഥൂലമായിരിക്കുന്ന വർണ്ണനയാണ്. ഇനി നമ്മൾ അമ്മയുടെ മർമ്മ പ്രധാനമായിരിക്കുന്ന സൂക്ഷ്മ തത്വങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറയുന്ന അമ്മയ്ക്കുള്ള പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അന്നുണ്ടായിരുന്നത് ലളിതാ ത്രിപുരസുന്ദരിയുടെ മന്ത്ര സാധന.
അപ്പൊ സൂക്ഷ്മതലം എന്ന് പറയുമ്പോൾ സ്ഥൂലം, സൂക്ഷ്മം, പര. ദേവിക്ക് 3 തലങ്ങളാണുള്ളത്. സൂക്ഷ്മം എന്ന് പറയുന്നത് മന്ത്രസാധന തന്നെയാണ്. അപ്പോ അകാര, ഇകാര, ഉകാര, ഋ, അതായത് നമ്മൾ എന്ന് ഉച്ചരിക്കണം. ഇത് ഹ്രസ്വമായിട്ടും പിന്നെ അത് തന്നെ ദീർഘമായിട്ടും ആ, ഈ, ഉ, ഋ, ന. എന്ന് നമ്മൾ പറയുന്നത് എന്ന 5ആയിട്ട്. ഇത് ആദ്യം 5 സ്വരാക്ഷരങ്ങളുടെ ധ്വനിയുടെ സൂക്ഷ്മ അംശങ്ങളാണ്. ഇത് മധ്യമയിൽ നിന്ന് വൈഖരിയായി വാക്കുത്ഭവിക്കുന്നതിനുള്ള യോനിയായിട്ടുള്ള 9 ഘടകങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അവികൃതം, ശൂന്യം, സ്പർശം, നാദം, ധ്വനി, ബിന്ദു, ശക്തി, ബീജം, അക്ഷരം. ഇങ്ങനെ 9. ഇതിന്റെ വിവരണം ഭരിവസ്യ രഹസ്യത്തിൽ വളർത്തിട്ടുണ്ട്. അത് വേണ്ടിയവർക്ക് അത് വായിച്ചു നോക്കാം. ഇനി പഞ്ചയോനി എന്ന് എടുക്കുകയാണെങ്കിൽ ബിന്ദു, ശക്തി, നാദം, രോധിനി, അർദ്ധചന്ദ്രൻ എന്നീ 5ഉം ആ ഒരു എന്താ പറയാ എന്നീ 5നെ നമ്മൾ എടുക്കണം. രൂപാതീതാത് പരോബിന്ദു ശക്ത്യാധിഷ്ഠിത ഭാസ്വിത തതോ നാദോ നിരോധസ്യ ച അർത്ഥചന്ദ്രം അനുക്രമാത് ഏതത് പഞ്ചകം പ്രോക്തം ജ്ഞാനരത്നമഹോദയം സ യോനിഹി പരമാജ്ഞേയ ക്രിയ ധ്വാന മഹോദധി. ഇതാണ് അതിന്റെ പ്രമാണം. ഇതനുസരിച്ച് ബിന്ദു, ശക്തി, നാദം, രോധിനി, അർദ്ധചന്ദ്രൻ എന്നീ യോനി പഞ്ചകത്തെ എടുക്കാം നമുക്ക്. പിന്നെ പ്രണവം എന്ന് പറയുന്ന ഔ, അതായത് ബിന്ദു. അത് പിന്നെ പ്രണവത്തിന്റെ ഓംകാരം ബിന്ദു, അഹ, ഓ, ഔ, അം, അഹ. ഇങ്ങനെ 4 അവസാനത്തെ സ്വരങ്ങളും കൂടെ ചേർക്കണം. കാരണം ഏകാരവും ഐകാരവും ഇതിൽ ചേർത്തിട്ടില്ല. പിന്നെ കായിക ഗായികങ്ങ, ചായ്ച്ച ജായ്ച്ചഞ്ഞ, ടായിട്ട ഡായിട്ടണ, താ ഥ, ദ ഥ ന, പാഭ ബാഭ മ, യാരാലാവ, ശാഷ, സാഹ, ലേ ഇതി കവർഗം. പവർഗം, ടവർഗം, തവർഗം, പവർഗം ഇവയെല്ലാം തന്നെ, അതായത് ഇതിനെ നമ്മളെ കണ്ഠ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇതില് യാരാലാവ, ശാഷ, സ, ഹ, ള തുടങ്ങിയ അന്തസ്ഥം, ഊഷ്മ, കോഷ്ടി എന്നീ വിഭാഗത്തിൽ അറിയപ്പെടുന്ന സ്വരങ്ങൾ. ഇങ്ങനെ 16 എണ്ണം കകാരം മുതൽ മകാരം വരെയുള്ള വ്യഞ്ജനങ്ങൾ 25. ആ ഒരു എന്താ പറയാ യാ മുതൽ ലാ വരെയുള്ള മാതൃകാക്ഷരങ്ങൾ 51 എണ്ണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചിലതില് ക്ഷ കൂടാതെ കൂട്ടക്ഷരം ഒഴിവാക്കി 50 എണ്ണം എന്നും പറയാറുണ്ട്. അപ്പൊ ഇവിടെയും ക്ഷ കൂട്ടിയിട്ടില്ല. അപ്പൊ ഈ മാതൃകാക്ഷരങ്ങള് പരമേശ്വരനിൽ നിന്നുണ്ടായത് കൊണ്ട് അമ്മയ്ക്ക് വേറൊരു പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, രുദ്രാത്മിക. കാരണം ഇതില് ദേവിയെ രുദ്രാത്മിക എന്നാണ് അറിയപ്പെടുന്നത്. 50 രുദ്രന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് 50 അക്ഷരങ്ങളെ ശ്രീ പരമേശ്വരനാൽ കൽപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പൊ രുദ്രനുമായി അഭേദ സ്വരൂപിണിയായിരിക്കുന്ന രുദ്രാണി ഈ അക്ഷര സമൂഹത്തെ പുറത്തേക്ക് വിട്ട് ആ ആനന്ദത്തോടെ ചന്ദ്രന്റെ കിരണങ്ങളാൽ കുളിർമ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ പത്മാടവിയുടെ മധ്യത്തിലുള്ള ചിന്താമണി ഗൃഹത്തില് അമ്മ വസിക്കുന്നു. മഹാപത്മാടവി സംസ്ഥ ചിന്താമണി ഗൃഹാന്തസ്ഥ എന്ന് ലളിതാ സഹസ്രനാമം. അപ്പൊ ഈ സംസാരത്തെ ഭേദിക്കുന്നവളായിട്ടും ഭയത്തെ ഇല്ലാതാക്കുന്നവളായിട്ടും ഇരിക്കുന്ന ദേവി. അപ്പൊ ഭൂലോകം, ഭുവർലോകം, സുവർലോകം ഇവയുടെ സ്വാമിനിയായും എല്ലാറ്റിനെയും മോഹിപ്പിച്ചുകൊണ്ട് അതീവ സൗന്ദര്യവതിയായിട്ടും ദേവി ഇരിക്കുന്നു. അപ്പൊ ഈ മാതൃകാക്ഷരങ്ങളെല്ലാം തന്നെ കാവ്യങ്ങളായിട്ട് മാറാൻ കാരണം ദേവിയുടെ കൃപ മാത്രമാണ്. ഉപാസിക്കുന്നവരുടെ ആ ഒരു സംസാര ഭയം അകറ്റി 3 ലോകങ്ങളെയും രൂപത്തില് ആ ത്രിഭുവന സുന്ദരിയായിട്ടിരിക്കുന്നു എന്ന് പറയണു. അപ്പൊ സുകൃതിയായ ഭാഗ്യം ചെയ്ത ഏതൊരാളാണോ ഈ ദേവിയെ പൂജിക്കുന്നത് അവര് സൂര്യനെ പോലും പുത്രനായി ലഭിക്കാൻ കഴിയുള്ള ഭാഗ്യം സിദ്ധിക്കുന്നു. അപ്പൊ ദേവിയെ ഉപാസിക്കാൻ വിദ്യകളിൽ അഗ്രഗണ്യരായവരും സമ്യക്കായിരിക്കുന്ന സമ്യക് ജ്ഞാനത്തിനെയാണ് നമ്മൾ സതർക്കം എന്ന് പറയുന്നത്. എന്താണ് സതർക്കം എന്ന് പറഞ്ഞാല് പഠിച്ചത് ശരിയായി മനസ്സിലാക്കാനുള്ള സിദ്ധി. ഇന്ന് ശ്രീവിദ്യ ഉപാസകരിൽ 99% പഠിച്ച വിദ്യ എന്താണെന്ന് അറിയാതെ പഠിക്കുന്നവരാണ് ഇല്ലേ? അപ്പൊ ഇതിന് എന്താ വേണ്ടത്? ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന സിദ്ധി വേണം. കാരണം ഈ എങ്ങനെയാണ് നമുക്ക് സിദ്ധി കിട്ടിയെന്ന് അറിയുന്നത്? നമുക്ക് ദേവി വാക്സിദ്ധി പ്രദാനം ചെയ്യും. നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോ ആ ഒരു സത്തർക്കം എന്ന് പറയുന്നത് ദേവിയുടെ പൂർണ്ണ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെയുള്ളവര്, അതായത് ആഗമ നിഗമങ്ങൾ തുടങ്ങി എല്ലാറ്റിന്റെയും പൂർണ്ണ സിദ്ധി അവർക്ക് കൈവരും എന്നർത്ഥം. അപ്പൊ ദേവിയുടെ വാഗ്ഭവ ബീജം ഒന്നിന്റെ തന്നെ ജപം കൊണ്ട് വാഗീശ്വരനായിട്ട് തീരുന്നു. ആ ഒരു അവിടുത്തെ കാമബീജത്തെ ഒരു തവണ മാത്രം ഉച്ചരിക്കുന്ന സാധകൻ ഈ ലോകത്തിന്റെ തന്നെ ശൃംഗാര നിപുണനായിട്ട് തീരുന്നു. കാമബീജം തന്ത്രശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
കാരണം സൃഷ്ടി ഉന്മുഖമായിരിക്കുന്ന ശിവശക്തികളുടെ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്നതാണ് കാമബീജം എന്നത്. പക്ഷെ മനുഷ്യതലത്തില് അത് ഒരു എന്താ പറയാ ആന്തരിക സമ്മർദ്ദമായിട്ടാണ് കാണുന്നത്. കാരണം ധീരനായ സാധകൻ ഈ ഒരു ആന്തരിക സമ്മർദ്ദങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനമായിരിക്കുന്ന പരമപദത്തിൽ എത്തണം. ഇതാണ് ശരിക്കും കാമബീജം ദ്യോതിപ്പിക്കുന്നത്. ഇതിനടുത്തത് ശക്തിബീജമാണ്. ശക്തിബീജത്തെ ധ്യാനിക്കുന്ന സാധകൻ യോഗികളുടെ യോഗികളെക്കാൾ ശക്തിയുള്ളവനായിട്ട് തീരുന്നു. യോഗികളുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം കിട്ടുന്നു. എന്തിനു വേണ്ടിയാ? പരാംബികയായിരിക്കുന്ന ദേവിയെ സാക്ഷാത്കരിക്കാൻ അവരുടെ അനുഗ്രഹം കിട്ടുന്നു എന്നർത്ഥം. അപ്പൊ സംസാര ദുഃഖത്താൽ തപിക്കുന്നവർക്ക് അമൃതവർഷമായിട്ട് തീരുന്നു ഈ അനുഗ്രഹം. ഇപ്പൊ എന്താ പറയാ ഏത് വിഷവും പാനം ചെയ്യാൻ കഴിവുള്ള സാക്ഷാൽ ശിവനായിട്ട് തീരുന്നു എന്നർത്ഥം. ഈ 3 ബീജങ്ങളും ആര് ധ്യാനിക്കുകയോ ആര് ധരിക്കപ്പെടുകയോ ചെയ്യുന്നുവോ അവരെ ആ ജീവന്മാരെ സംബന്ധിക്കുന്ന ത്രിമലങ്ങളുടെ, അതായത് ആണവം, മായികം, കാർമികം, ഈ മലത്രയങ്ങളുടെ കൂട് പൊട്ടിച്ചു കളയുന്നു. മാത്രമല്ല ആ സാധകന് അഷ്ടഗുണങ്ങൾ സിദ്ധിക്കുന്നു. എന്തൊക്കെയാണ് അഷ്ടഗുണങ്ങള്? കാരുണ്യം, ക്ഷമ, അനസൂയ, ശൗചം, നൈപുണ്യം, മംഗളത്വം, അകാർപ്പണ്യം, അസ്പൃഹ, ഇവയാണ് അഷ്ടഗുണങ്ങൾ. അപ്പൊ മോക്ഷാർത്ഥികൾക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഗുരുസ്ഥാനീയനാക്കുന്നു ഈ ഒരു ത്രിബീജങ്ങളുടെ ഉപാസന എന്ന് അർത്ഥം. ഇന്ന് നമ്മൾ ബാലാമന്ത്രത്തിനാണ് ത്രിബീജമായിട്ട് കാണുന്നത്, അല്ലെ? അപ്പൊ മഹാഭൈരവ സ്വരൂപിണിയായിരിക്കുന്ന ദേവി സൃഷ്ടിക്ക് മുമ്പ് 36 തത്വങ്ങളെയും തന്നിൽ തന്നെ ഒതുക്കി വെച്ച് സ്വസ്വരൂപ അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്നു. ആ മഹാപ്രപഞ്ചമായിട്ട് പിന്നീട് വികാസം പ്രാപിക്കുന്നു. ദേവി ശിവസ്വരൂപിണിയായ ദേവിയെക്കാളും ശക്തന്മാരായി ഇവിടെ ആരും തന്നെ ഇല്ല. കാരണം ആ ഒരു കലി തത്വാത്മിക എന്നാണ് ദേവിയെ സംബോധന ചെയ്യുന്നത് തന്നെ. ഇത് ആ ഒരു സത് സ്വരൂപ പ്രകാരവും ചിത് സ്വരൂപ പ്രകാരമായിട്ട് വിമർശം. ഇതില് നമ്മൾ സത്വഗുണ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ദേവിയെ പ്രകാശമായിട്ട് കാണാം, ചിത് സ്വരൂപമായിട്ട് വിമർശമായിട്ടും കാണാം. ഇനി ആനന്ദമായിട്ട് കാണുകയാണെങ്കിൽ സാമരസ്യ അവസ്ഥയില് ശിവശക്തികളായിട്ട് പരസ്പരം ലയിച്ചിരിക്കുകയാണ് അവര്. അപ്പൊ സൃഷ്ടിക്കുള്ള ഇച്ഛ ശിവശക്തികളിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കാമകലാസ്ഫുരണം എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് പ്രകാശം, വിമർശം എന്ന 2 ഘടകങ്ങളായിരിക്കുന്ന ശിവശക്തികളുടെ അവസ്ഥ വ്യക്തമാകുന്നത്. അപ്പോഴാണ് ആ ഒരു ബീജാങ്കുരാവസ്ഥയില്, അതായത് പൂക്കളും കായ്കളും ഇലകളും ഒക്കെ ഉണ്ടാകാനായിരിക്കുന്ന ഒരു മഹാവൃക്ഷത്തിന്റെ ശക്തി മുഴുവനും എങ്ങനെയാണോ ഒരു വിത്തില് അഥവാ ഒരു ബീജത്തിൽ അടങ്ങിയിരിക്കുന്നത്, അതുപോലെ ശിവാദി ഭൂമി പര്യന്തമുള്ള 36 തത്വങ്ങളും അടങ്ങിയ പ്രപഞ്ചത്തെ മുഴുവനും തന്റെ ഉള്ളിൽ അടക്കി ഉൾക്കൊണ്ട് വിഴുങ്ങിയിരിക്കുന്നവളായിട്ട്, അതായത് ധരിച്ചിരിക്കുന്നവളായിട്ട് ദേവി ആ ഒരു വിമർശ ശക്തിയായിട്ട് പറയപ്പെടുന്നു. അപ്പൊ സകല തത്വാത്മികയായിട്ട് പ്രപഞ്ച രൂപത്തിൽ പരിണമിക്കുന്ന ശിവസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെക്കാളും ശ്രേഷ്ഠമായി മറ്റൊന്നിനെയും കാണാൻ സാധ്യമല്ല, ഇച്ഛിക്കാനും സാധ്യമല്ല, അല്ലെ? ദേവിയുടെ കബളിത തത്വസ്വരൂപം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ദേവിയെ ഭജിക്കാത്ത ഒരു ഹീനർക്ക് ആ ഒരു ഭക്തിഹീനതയ്ക്ക് എന്ത് പേരാണ് കൊടുക്കാൻ സാധിക്കുക? അതിനെ നമുക്ക് കർമ്മം, ഗതി, അല്ലെ, ധർമ്മം എന്നൊക്കെ അവരുടെയൊക്കെ എന്തായിത്തീരും? അതായത് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തില് അതിന്റെ കാരണഭൂതിയായിരിക്കുന്ന പരാശക്തിയേക്കാൾ ഉയർന്ന മറ്റൊരു അഭയകേന്ദ്രം അല്ലെങ്കിൽ അഭയസ്ഥാനം ഇല്ലെന്ന് മാത്രമല്ല, ആ പരാശക്തിയെ ആശ്രയിക്കാത്ത ഭക്തിഹീനന്മാർക്ക് മറ്റൊരു ഗതിയുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അതാണ് സത്യം. ശക്തിയോടുകൂടി ചേരുമ്പോൾ മാത്രമാണ് ശിവനും കൂടി ശക്തനാകുന്നുള്ളൂ എന്നർത്ഥം. ഇപ്പൊ ബീജാവസ്ഥയില് താൻ കബളിതമാക്കി വെച്ചിരിക്കുന്ന വിശ്വത്തെ പുറത്തേക്ക് ഭമിപ്പിക്കുന്ന ആ ഒരു എന്താ പറയാ സൃഷ്ടി പ്രക്രിയയുടെ ഘട്ടങ്ങളെ അത് തന്നെയാണ് ശ്രീചക്രം പ്രതിഫലിപ്പിക്കുന്നത്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനം, അതായത് ശ്രീചക്രം എന്താ? ദേവിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം, ദേവിയുടെ വപുസ്സാണ്, അല്ലെങ്കിൽ ശിവയോർ വപുഹു എന്നാ പറയുന്നത്. ശ്രീചക്രം എന്ന് പറയുന്നത് ദേവിയുടെ ശരീരം തന്നെയാണ്, ഈ പ്രപഞ്ചമാണ്. അപ്പൊ ആദ്യം ശ്രീചക്രത്തിലെ ബിന്ദുസ്ഥാനത്തെയാണ് നമ്മൾ അറിയേണ്ടുന്നത്. 36 തത്വങ്ങളായിരിക്കുന്ന അർത്ഥ സൃഷ്ടിക്കൂട്ടം മൊത്തം അവിടെയാണ് ഇരിക്കുന്നത്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന നിലയിൽ അത് വികസിക്കുന്ന ശബ്ദ സൃഷ്ടിക്കും സകല തത്വങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ബീജത്തെയാണ് നമ്മള് സർവശൂന്യത, അതായത് ആ തലത്തിനെ നമ്മൾ പറയുന്നത് സർവശൂന്യ അന്തർഭൂമി എന്നാ പറയുന്നത്. അത് ബിന്ദുസ്ഥാനാണ്, അതാണ് ആ ബീജം. വളരെ ഗഹനവും സൂക്ഷ്മവുമാണിത്. കാരണം സർവശൂന്യം നമ്മൾ പറയില്ലേ ആ ഒരു ബ്ലാക്ക് ഹോൾ തിയറി. അപ്പൊ സർവവും എന്നാല് ശൂന്യം എന്നർത്ഥം, എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഇല്ലായ്മ എന്ന് പറയാം.
അപ്പൊ മഹാശൂന്യത, അതായത് ആ ഒരു എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന തലം. അതാണ് ശ്രീചക്രത്തിലെ ബിന്ദുവിനെ കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന പദം. അതിനെയാണ് നമ്മൾ മഹാശൂന്യത എന്ന് പറയുന്നത്. സർവശൂന്യ അന്തർഭൂമി. അപ്പൊ അതിൽ നിന്നും വികസിക്കുന്ന ആ ബീജഭാവത്തില് ആ സൃഷ്ടിക്കുള്ള ഇച്ഛ പൂർണ്ണമായിട്ട് വികസിപ്പിക്കുമ്പോൾ കോടിക്കണക്കിന് അരുണ സൂര്യന്റെ ആ ഒരു പ്രഭയോടെയുള്ള തേജോ രൂപിണിയായിട്ട് സൃഷ്ടിക്കാനിരിക്കുന്ന ശബ്ദ അർത്ഥപ്രപഞ്ചങ്ങളുടെ ബീജം, അതായത് വിത്ത് മുഴുവനായി വികസിച്ച് മുള പൊട്ടുന്ന വിധത്തില്, ഇതിനെയാണ് നമ്മൾ ഉച്ചൂന ദശ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പുറത്തേക്ക് തള്ളുമ്പോൾ അതെന്തായിട്ട് തീർന്നു? അവിടെയാണ് സൃഷ്ടി പ്രക്രിയ നടക്കുന്നത്, അല്ലെ? അപ്പൊ അമ്മയെ പോലെ ആ ഒരു തന്റെ ഉള്ളിലുള്ള കുഞ്ഞിനെ പ്രസവിക്കുന്ന പോലെ ദേവി ഈ പ്രപഞ്ചത്തെ പ്രസവിക്കുന്നത് കൊണ്ട് ദേവിയെ, മൂലകാരണമായിരിക്കുന്ന ദേവിയെ അംബിക, അമ്മ, ജഗത് ജനനി എന്നൊക്കെ നമ്മൾ പ്രകീർത്തിക്കുന്നു. അപ്പൊ യോഗിനി ഹൃദയം ഇത് തന്നെയാണ് പറയുന്നത്. തന്റെ സ്വന്തം സ്ഫുരണത്തെ വീക്ഷിച്ചുകൊണ്ട് ആ പരമമായ ശക്തികല അമ്മയുടെ രൂപം സ്വീകരിക്കുന്നു. ദേവിക്ക് ആ ഒരു ഗർഭാധാരധര എന്നൊരു നാമം കൂടെ ഉണ്ട്. അർത്ഥം എന്താ? ആധാരത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ. സൃഷ്ടപ്രപഞ്ചത്തിന്റെ ആധാരമായിരിക്കുന്ന ശിവാദി ഭൂമി പര്യങ്കമുള്ള ആ ഒരു 36 തത്വങ്ങളെയും ശബ്ദപ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന പര മുതലായിരിക്കുന്ന വാക്കുകളെയും അവയുടെ സൃഷ്ടിക്ക് മുമ്പ് ബീജരൂപത്തില് തന്റെ ഗർഭത്തില് സ്വീകരിക്കുന്നവൾ എന്നർത്ഥം. നമ്മൾ ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ ആ ബീജാവസ്ഥയിലല്ലേ, ആ അണ്ടവും ബീജവും തമ്മിൽ ചേരുമ്പോൾ ചെറിയ ഒരു പൊട്ടുപോലെ ഗർഭത്തിൽ വഹിച്ച് 9 മാസം കൊണ്ട് ഒരു പൂർണ്ണ വളർച്ചയത്തെ ശിശുവിന് ജന്മം കൊടുക്കുന്നു. അതുപോലെ അമ്മയുടെ ഉള്ളില് ഈ കാണപ്പെടുന്ന പ്രകൃതിയിലിരിക്കുന്ന നാനാ രൂപത്തിലിരിക്കുന്ന എല്ലാ ചരങ്ങളും അചരങ്ങളും എല്ലാം ദേവിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് ബീജരൂപത്തില് അമ്മയുടെ ഗർഭത്തിൽ തന്നെ വച്ചിരുന്നു എന്നർത്ഥം. അപ്പോ ശിവ, ശക്തി, സദാശിവൻ, ഈശ്വര, ശുദ്ധവിദ്യ, മായ, കല, വിദ്യ, രാഗം, കാലം, നിയതി, പുരുഷൻ, പ്രകൃതി, മനോബുദ്ധി, അഹങ്കാരം, ശ്രോത്രം, ത്വക്ക്, ചക്ഷു, ജിഹ്വ, ഘ്രാണ, വാക്, പാണി, പായു, ഉപസ്ഥ, ശബ്ദസ്പർശ, രൂപ, രസഗന്ധ, ആകാശ, വായു, അഗ്നി, ജല, ഭൂമിയാണ് ശിവാദി പര്യന്തമുള്ള 36 തത്വങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ ബിന്ദുവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ഈ 36 തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്തത് ബിന്ദു കഴിഞ്ഞുള്ള ത്രികോണമാണ്. അപ്പൊ ഇത് ശ്രീചക്രത്തിലെ തലമാണ് പറയുന്നത്. ബിന്ദു കഴിഞ്ഞ് ശ്രീചക്രത്തിലെ ത്രികോണമാണ്. ബിന്ദുവിൽ നിന്ന് പുറത്തു വരുന്ന തേജസ്സിന്റെ അങ്കുരമാണ്. ആ ഒരു അറ്റം അത് കുടിലമായതുകൊണ്ട് ദേവിയെ വാമ എന്ന് സ്തുതിക്കുന്നു. പിന്നീട് നല്ല വടിവിൽ സ്പഷ്ടമായിട്ട് തെളിയുമ്പോൾ അത് ജ്യേഷ്ഠ എന്നറിയപ്പെടുന്നു. അത് തന്നെ ആ ഒരു ത്രികോണ ആകൃതിയിൽ വികസിക്കുന്ന വേളയിൽ രൗദ്രി എന്നറിയപ്പെടുന്നു. അപ്പൊ ശൈവതന്ത്രങ്ങളിലെ ആ ഒരു വിശേഷിക്കപ്പെട്ടിരിക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന സൃഷ്ടി പ്രക്രിയയാണിത്. ഇത് ഒന്ന് നോക്കുകയാണെങ്കിൽ ശിവാഭിന്നയായിരിക്കുന്ന പരാശക്തി തന്റെ സ്വേച്ഛയാല് ആ ഒരു എന്താ പറയാ ഒരു മറ്റൊരു ദശയുടെ, അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ദശയിൽ നിന്നാണ് ഇത് വരുന്നത്. അതിനെയാണ് അവ്യക്തം എന്ന് നമ്മൾ പറയുന്നത്. ആ ദശയുടെ നാം അറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്തയുടെ ബോധവും അസ്തിത്വവും ഉണ്ടാക്കുന്നതിനായി തന്നിൽ നിന്ന് തന്നെത്താൻ ആ ഒരു വസ്തുനിഷ്ഠമായിട്ട് ആവിഷ്കരിക്കുന്നു എന്ന് തോന്നിക്കുന്ന പോലെയുള്ള ഒരു ആവിഷ്കരണമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മമായിരിക്കുന്ന തത്വങ്ങളാണിത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ഇതിന്റെ അന്തരാർത്ഥം മനസ്സിലാകുകയുള്ളൂ. അപ്പൊ ആ ഒരു പ്രാധാനികമായിരിക്കുന്ന ദൈവ ഇച്ഛാ സ്വരൂപം, ആ ദൈവം ഇച്ഛാസ്വരൂപം കൈക്കൊള്ളുന്നതിന്റെ ഒരു മാതൃക, അതായത് പ്രതീകാത്മ ബിംബമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. യോഗിനി ഹൃദയം ശ്രീചക്രത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യദം സ പരമാശക്തി സ്വേച്ഛയാ വിശ്വരൂപിണീം സ്ഫുരത്താം ആത്മന പരമേ പശ്യേത് തഥാ ചക്രസ്യ സംഭവ. അതായത് തന്റെ തന്നെ സ്പന്ദനത്തെ വീക്ഷിച്ചുകൊണ്ട് എപ്പോഴാണോ പരാശക്തി സ്വന്തം ഇച്ഛ കൊണ്ട് സ്വേച്ഛയാ പ്രപഞ്ചത്തിന്റെ ആകൃതി എടുക്കുന്നുവോ അപ്പോൾ അത് ശ്രീചക്രത്തിന്റെ ആവിർഭാവം സംഭവിക്കുന്നു. അപ്പൊ പ്രപഞ്ചമാണ് ശ്രീചക്രം, അല്ലെ? എന്താ ഇതിന് സംശയമില്ലാത്ത കാര്യമാണ്. പ്രപഞ്ചം ശ്രീചക്രം, ഇതിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രീചക്രത്തിന്റെ സ്വരൂപം തന്നെയാണ്. അപ്പൊ ബിന്ദു ത്രികോണമായിട്ട് വികസിച്ച് പല രേഖകളിൽ കൂടി ത്രികോണങ്ങളായിട്ട്, വൃത്തങ്ങളായിട്ട്, ചതുരശ്രങ്ങളായിട്ട് രൂപാന്തരപ്പെട്ട് പരാചൈതന്യം പല തട്ടുകളായി ഘനീഭവിച്ചുണ്ടാകുന്ന മഹത്തായിരിക്കുന്ന സൃഷ്ടി വൈഭവത്തെയാണ് നമ്മൾ ശ്രീചക്രമായിട്ട് പരിണമിച്ച ഒരു ജോമെട്രിക്കൽ ഫോമില് നമ്മൾ പറയുന്നത്. അല്ലാതെ കാണപ്പെടുന്ന പ്രകൃതിയെ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അത് അത്രയ്ക്ക് ഇൻഫിനിറ്റ് ആണ്.
അത് അത്ര നമ്മുടെ ആ ഒരു ചെറിയ ബുദ്ധിയിൽ അതിനെ കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ത്രികോണങ്ങളോടുകൂടിയും ആ വൃത്തത്രയങ്ങളോടുകൂടിയും ഭൂപരത്തോടുകൂടിയും നമ്മൾ പറയണു അതിന്റെ രൂപമാണ് ശ്രീചക്രം. അപ്പോ പാരമാർത്ഥിക ദശയിൽ നിന്ന് വ്യാവഹാരിക ദശയിലേക്ക് പാരമാർത്ഥിക സത്യയായിരിക്കുന്ന ഈശ്വര ചൈതന്യം ലൗകിക ദശയിലേക്ക് ലൗകിക അസ്തിത്വത്തിന്റെ തലത്തിലേക്ക് ഈ സൃഷ്ടി അതായത് വാമകേശ്വര തന്ത്രം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പുതിയ ദിശയിലേക്ക്, അതായത് ഒരു എർത്ത്ലി ഡയമെൻഷനിലേക്ക്, അതിനെയാണ് നമ്മൾ പ്രാപഞ്ചിക ദിശ എന്ന് പറയുന്നത്. ആ ഒരു ദിശയിലേക്ക് കടക്കുന്നതിനെയാണ് ആ ഒരു പ്രവിശ്യ പരമാർഗം അന്തഹ എന്ന് പറയുന്നത്. കാരണം ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് പോർട്ടൽ എന്നാണ്. അതായത് അതിസൂക്ഷ്മ രൂപത്തിലുള്ള ഒരു ദ്വാരമാണ് ശ്രീചക്രത്തിലെ ബിന്ദു എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്താ, ബ്രഹ്മരന്ധ്രത്തിലാണ് ഈ ദ്വാരം ഉള്ളത് അല്ലേ? അപ്പൊ ആ ബിന്ദു പ്രതിനിധീകരിക്കുന്നത് എന്താ, അതിസൂക്ഷ്മ രൂപത്തില് ആ ഒരു ഈശ്വര സത്ത പ്രപഞ്ചമായി തീരാനുള്ള ഒരു ദ്വാരം, അതായത് ഒരു വഴി അല്ലേ? അപ്പൊ പുതിയ ദിശയിലേക്ക് കടക്കാനുള്ള ഒരു രന്ധ്രം, ഇത് തന്നെയാണ് ശ്രീചക്രത്തിലെ മധ്യബിന്ദുവായിട്ട് പറയുന്നത്. അപ്പൊ അതിലൂടെ നിശേഷമായി കബളീകൃതമായിരിക്കുന്ന പ്രപഞ്ച പദാർത്ഥങ്ങളെ കടത്തി വാമ എന്ന ഒരു ശക്തി രൂപത്തില് ആ ബീജത്തിന്റെ അങ്കുരമായിട്ട്, ആ വിത്തിന്റെ മുളയായിട്ട് വ്യാവഹാരിക ദശയുടെ സൃഷ്ടിയില് ആദ്യം വരുന്നു. അതിനെയാണ് നമ്മൾ വമനം. വമനം എന്ന് പറഞ്ഞാൽ എന്താ, പുറന്തള്ളുക എന്നർത്ഥം. ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിനെ പുറന്തള്ളുന്നു അല്ലെ, അതിനെ നമ്മൾ പ്രസവം എന്ന് പറയുന്നു. അതുപോലെ ദേവി ഉള്ളിൽ നിന്ന് വമിക്കുകയാണിത്, പുറത്തേക്ക് വരിക എന്നർത്ഥം. പിന്നെ പടിപടിയായുള്ള വികസനത്തില് വാമ, അതായത് ജ്യേഷ്ഠ, രൗദ്രി എന്ന ശക്തി രൂപങ്ങളായിട്ട് ത്രികോണ രൂപത്തിൽ അതിന്റെ 3 വശങ്ങളായിട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ശ്രീചക്രത്തിന്റെ ബിന്ദുവിനെ ആവരണം ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രഥമ ത്രികോണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. ബീജം കാരണവും അങ്കുരം കാര്യവുമാണ്. അപ്പൊ അങ്ങനെ വ്യാവഹാരിക സത്തയുടെ ഭാഗമായിരിക്കുന്ന ആ ഒരു ദ്വൈത വൈരുദ്ധ്യം ആദ്യമായിട്ട് ആവിർഭവിക്കുന്നു. നേരത്തെ എന്തായിരുന്നു, ഏകമായിരുന്നു, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അതിൽ നിന്ന് ഇപ്പൊ 2ആയിട്ട് ഭവിച്ചു. ഇപ്പൊ കാരണകാര്യ ബന്ധം ഉണ്ട് ഇതിനെല്ലാം തന്നെ. കാരണം ഒരു കാര്യമുണ്ടായാൽ അതിനൊരു കാരണമുണ്ട് അല്ലെ? അപ്പോ ആ ഒരു തുടക്കം ഉണ്ടെങ്കിൽ അതിന് അവസാനം ഉണ്ടാകും, ഉറപ്പാണ്. പുറം എന്നൊന്നുണ്ടെങ്കിൽ അതിന് അകം ഉണ്ടാകും. ഇപ്പൊ സൃഷ്ടി ഉണ്ടെങ്കിൽ എന്താ, നാശവും ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ആ ഒരു ദ്വൈത അല്ലെങ്കിൽ ദ്വന്ദ്വ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം പ്രപഞ്ച സത്തയുടെ പ്രധാന ഭാവം എന്ന് പറയുന്നത് എന്താ, ആ ഒരു എന്താ പറയുക, ഒരു സൃഷ്ടി, അതായത് ആ ഒരു വാമ എന്ന് പറയുന്ന സൃഷ്ടി, ജ്യേഷ്ഠ എന്ന് പറയുന്ന സ്ഥിതി, രൗദ്രി എന്ന് പറയുന്ന സംഹാരം. ഇത് മൂന്നും ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു. അതാണ് ആദ്യത്തെ ത്രികോണം, ബിന്ദു കഴിഞ്ഞുള്ള ആദ്യത്തെ ത്രികോണം. അതുപോലെ പ്രപഞ്ച വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ത്രിപുടി അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് ഇല്ലേ? അപ്പൊ ഈ മൂന്നിനെ നമുക്ക് വാമ, ജ്യേഷ്ഠ, രൗദ്രിയുടെ ആവിർഭാവം സൂചിപ്പിക്കുന്നതായിട്ട് പറയാം. ബിന്ദുവിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരുന്ന പാർശ്വരേഖ വിശ്വത്തെ പുറമേ തള്ളിക്കൊണ്ടാണ് വമിച്ചുകൊണ്ട് ഉയരുന്ന ആ ഒരു വാമയാണ്. ഇത് തന്നെയാണ് സൃഷ്ടിയെ കുറിക്കുന്നത്. മുകളില് സമാന്തരമായിട്ട് നീങ്ങുന്ന ആ ഒരു തിരശ്ചീന രേഖ എന്ന് പറയുന്നത് ഈ സൃഷ്ടിയുടെ സ്ഥിതിയെയാണ് കാണിക്കുന്നത്. ഇത് ജ്യേഷ്ഠയാണ്. പിന്നെയും പൂർവ്വസ്ഥാനത്തേക്ക് തിരിക്കുന്ന വലതുവശത്തെ രേഖ, താഴോട്ട് പോകുന്ന രേഖ, അത് സൃഷ്ടിയുടെ നേരെ എതിരായിരിക്കുന്ന സംഹാരത്തെയാണ് കാണിക്കുന്നത്. കാരണം ഇതാണ് ആദ്യത്തെ ത്രികോണം എന്നർത്ഥം, അവരോഹണം. അപ്പൊ ത്രികോണത്തെ പൂർണ്ണമാക്കുന്നത് ആരാ, രൗദ്രിയാണല്ലേ? അപ്പൊ ഉണ്ടായതിനെ നിലനിർത്തുക, നിലനിർത്തിയതിനെ തിരിച്ചു ലയിപ്പിക്കുക. ഇതാണ് ശ്രീചക്രത്തിന്റെ ആദ്യ ത്രികോണം സൂചിപ്പിക്കുന്ന തത്വം. അപ്പൊ ഈ 3 ശക്തികളുടെയും സൃഷ്ടി രൂപമായിരിക്കുന്ന ആ അംബിക ശൃംഗാടകം എന്ന് പറയുന്ന മൂല ത്രികോണത്തിന്റെ സ്വരൂപത്തോട് കൂടിയവളാണെന്ന് പറയുന്നു. ഇപ്പൊ ത്രികോണക, ത്രികോണാന്തര ദീപിക എന്നൊക്കെ ലളിതാ സഹസ്രനാമങ്ങളെ പരദേവതയുടെ ഈ ഭാവത്തെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ദേവിയുടെ തന്നെ ശക്തിയിൽ നിന്ന് ആവിർഭൂതരായിരിക്കുന്ന വാമ തുടങ്ങിയ ശക്തികള് ത്രിഗുണങ്ങളുടെ, അതായത് സത്വ രജസ് തമോ ഗുണങ്ങളുടെ ഇരിപ്പിടമായിട്ട് അതിനെ ആശ്രയിച്ചവരായിട്ട്, അഥവാ അതിനെ അനുസന്ധാനം ചെയ്തവരായിട്ട് ക്രിയ, ജ്ഞാന, ഇച്ഛാശക്തികളായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരുടെ ബീജഭാവങ്ങളെ ധരിച്ചുകൊണ്ട് ഈ ഒരു ത്രിഭുവനങ്ങളെ സൃഷ്ടിക്കുന്ന വാമയായിട്ടും പരിപാലിക്കുന്ന ജ്യേഷ്ഠയായിട്ടും തിരിച്ചു ലയിപ്പിക്കുന്ന രൗദ്രിയായിട്ടും ഇരുന്ന് ത്രിപുരസുന്ദരി എന്ന ആ ഒരു നാമത്തില് അറിയപ്പെടുന്നു. അപ്പൊ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞാൽ എന്താ, ത്രിപുരം അല്ലെ? 3 പുരങ്ങളോട് കൂടിയവള്.
ജാഗ്രത സ്വപ്ന സുഷുപ്തി മാത്രമല്ല, ത്രിഗുണങ്ങളെ പറയുന്നുണ്ട്. ഈ 3 ദേവതമാര്, വാമ, ജ്യേഷ്ഠ, രൗദ്രി തുടങ്ങിയ 3 ദേവതമാര്, അവരുടെ പുരുഷന്മാരെ നമ്മൾ പറയുന്നത് എന്താ? ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, അല്ലെ? അപ്പൊ ഈ ത്രിപുര സുന്ദരി എന്ന നാമത്തില് അറിയപ്പെടുന്ന ദേവി ഇതാണ്. ശ്രീചക്രത്തിന്റെ ബിന്ദുവിൽ നിന്ന് അങ്കുരമായിട്ട് പുറത്തേക്ക് വന്ന ആ പ്രഥമ ത്രികോണത്തിലെ പോലെ തന്നെ ആ മൂലാധാരത്തിലെ മൂല ത്രികോണത്തിൽ നിന്നും കുണ്ടലിനി ശക്തി ഉയർന്നു വരുന്നു. നമ്മുടെ ശരീരത്തിലാണ് മൂലാധാരം ഉള്ളത്, അല്ലെ? അപ്പൊ മൂലാധാര ത്രികോണത്തിനുള്ളിൽ ഉല്ലസിക്കുന്ന കുണ്ടലാകാരത്തിൽ വിളങ്ങുന്ന തേജസ്, അഗ്നിമണ്ഡലമാകുന്ന കുല കുണ്ടലിനിയിൽ അത് മേലോട്ട് ഉയർന്ന് ആ ഒരു ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് ശിവസ്വരൂപിണിയായിരിക്കുന്ന കുണ്ടലിനി സൂര്യമണ്ഡലവും കടന്ന്, അതായത് നമ്മുടെ ഹൃദയഭാഗം, അതായത് അനാഹത ചക്രം കടന്ന് വിഷ്ണുഗ്രന്ഥിയെ ഭേദിച്ച് സഹസ്രദള കമലത്തിന്റെ ഭാഗമായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തെ ദ്രവിപ്പിച്ചുകൊണ്ട് ആർദ്രമാക്കിക്കൊണ്ട് അമൃതപാനം ചെയ്യുന്നു എന്ന് എല്ലാ സാധനയുടെയും ലക്ഷ്യം ഇതാണ്, അല്ലെ? ഈ അമൃതപാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ അമൃതപാനത്തിലൂടെ എല്ലാ തന്ത്രശാസ്ത്രങ്ങളും നമുക്ക് തരുന്നതാണ് ആ ആത്യന്തികമായിരിക്കുന്ന സുഖാവസ്ഥ, അല്ലെ? ടോട്ടൽ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ആനന്ദാവസ്ഥ. എല്ലാ തന്ത്രശാസ്ത്രങ്ങളിലും മൂലാധാരത്തിൽ നിന്ന് ഊർധ്വഗമനം നടത്തുന്ന കുണ്ടലിനിയെ വർണ്ണിച്ചിട്ടുണ്ട് എല്ലാം. കാരണം ശരീരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ദേവി, ഈ ത്രിപുര സുന്ദരിയെ നമ്മൾ പ്രപഞ്ചമായിട്ട് പറയുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് പറയുന്ന നമ്മുടെ പ്രാണശക്തിയായിരിക്കുന്ന കുണ്ടലിനിയാണ്. ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ട് നമുക്കറിയാം. മൂലാധാര, സ്വാധിഷ്ഠാനം ഒരു ഖണ്ഡം, മണിപൂരകം, അനാഹതം വേറൊരു ഖണ്ഡം, വിശുദ്ധി, ആജ്ഞ വേറൊരു ഖണ്ഡം, അല്ലെ? ഇതിലൂടെയാണ് സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. ആദ്യത്തേത് അഗ്നിമണ്ഡലം, ഇവിടെ ബ്രഹ്മഗ്രന്ഥി, രണ്ടാമത്തത് സൂര്യമണ്ഡലം, വിഷ്ണുഗ്രന്ഥി, മൂന്നാമത്തത് ചന്ദ്രമണ്ഡലം, രുദ്രഗ്രന്ഥി. ഈ രുദ്രഗ്രന്ഥിയെ സഹസ്രദള പത്മത്തിന്റെ മുകളിലാണ്. അവിടെ ആ ഒരു ബ്രഹ്മരന്ധ്രം എന്നുള്ള സ്ഥാനമാണ്. ഇവിടെയാണ് സദാശിവന്റെ സ്ഥാനം എന്ന് പറയുന്നത്. സദാശിവൻ നമുക്കറിയാം ദേവിയുടെ ഇരിപ്പിടമാണ്, ഇല്ലേ? മാറാത്ത ചൈതന്യം, ശിവചൈതന്യം. അപ്പൊ ഈ കുണ്ടലിനി മൂലാധാരത്തിൽ ഉള്ള ആ ഒരു മൂല ത്രികോണത്തില്, അതായത് ഇച്ഛാജ്ഞാന ക്രിയാശക്തികളാകുന്ന ത്രികോണത്തില് കോടി സൂര്യപ്രകാശത്തില് സ്വയംഭൂലിംഗവും അതിന്റെ തൊട്ടുമുകളിലായിട്ട് കാമബീജവും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ സ്വയംഭൂലിംഗത്തില് 3.5 ചുറ്റോട് കൂടിയുള്ള ശിവാകാര രൂപിണിയായിട്ട് കുണ്ടലിനി ശയിക്കുന്നു. ഇതാണ് ശരിക്കും മൂലാധാരത്തിലെ കുണ്ടലിനിയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചോദിച്ചാല്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തുള്ള സമസ്ത ജീവികളുടെയും ശ്വാസോച്ഛ്വാസ ഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രാണദേവതയായിരിക്കുന്ന ഈ കുണ്ടലിനി ചെയ്യുന്നത്. നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ സോഹം ഹംസ എന്ന അജപാ ഗായത്രി ജപിച്ച് നമ്മൾ പൂജിക്കുന്നത് ഈ കുണ്ടലിനി ശക്തിയെ തന്നെയാണ്. കാരണം ഇത് പ്രാണദേവതയാണ്. ഷഡ്ചക്ര നിരൂപണത്തിൽ ഇത് പറയുന്നുണ്ട്. മാത്രമല്ല ഹം എന്ന ശബ്ദത്തോട് ഉള്ളിലേക്കും സായ് എന്ന ശബ്ദത്തോടെ പുറത്തേക്കുമായിട്ട് ഒരു പകലും ഒരു രാത്രിയും ചേർന്ന കാലഘട്ടത്തില് 21,600 തവണ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നു. ഹം എന്നത് എന്താ? അകത്തേക്ക്, സഹായ് എന്ന് പറഞ്ഞ പുറത്തേക്ക്, അല്ലെ? സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുണ്ടലിനി ശക്തി. ഈ പ്രാണശക്തി തന്നെയാണ് കുണ്ടലിനി എന്ന് നമ്മൾ ശരീരം ബേസ് ചെയ്ത് പറയുന്നത്. അപ്പൊ തണുപ്പ് കാലത്ത് ചൂടായും ചൂടുകാലത്ത് തണുപ്പായും ഇരുന്ന ശരീരത്തിന്റെ താപനിലയെ കുണ്ടലിനി സംരക്ഷിക്കുന്നു. ആ ഒരു എന്താ പറയാ, ആ ഒരു ഹംസയോഗത്തിലൂടെ, ആ ഒരു ചില പ്രത്യേക പ്രാണായാമങ്ങളിലൂടെ നാഡീശുദ്ധി വരുത്തിയ മഹത്തുക്കൾക്ക് ഇത് പത്മാസനത്തിൽ ഇരുന്ന് ഗുദദ്വാരത്തെ അടച്ചുപിടിച്ച് കുംഭക പ്രാണായാമം ചെയ്ത് വായുവിനെ ഊർധ്വഗതിയിലാക്കുമ്പോൾ ആ വായുവിന്റെ ശക്തി കൊണ്ട് മൂലാധാരത്തിലെ അഗ്നിമണ്ഡലത്തിലെ ആ ഒരു ജഠരാഗ്നി ജ്വലിക്കുമെന്നും വായുവിന്റെയും അഗ്നിയുടെയും ആഘാതത്തില് മൂലാധാരത്തിലെ സ്വയംഭൂലിംഗത്തിന്റെ മുകളിലുള്ള കാമബീജത്തിലെ ക്ഷോഭണമുണ്ടാകുകയും അവിടെ ഒരു സ്വയംഭൂലിംഗത്തിൽ ഉറങ്ങുന്ന കുണ്ടലിനി ഒരു ക്ഷണത്തേക്ക് ഉണർന്ന് അത് മിന്നൽ പിണർ പോലെ സുഷുമ്നാ നാഡിയിലെ ചിത്രിണി എന്ന് പറയുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന നാഡിയിലൂടെ അതിവേഗം മുകളിലേക്ക് ആരോഹണം ചെയ്ത് 3 ഗ്രന്ഥികളെയും 6 ആധാരങ്ങളെയും ഭേദിച്ച് ബ്രഹ്മരന്ധ്രത്തിലെ സഹസ്രദള പത്മത്തിലെ പരമശിവനുമായിട്ട് ആമോദിച്ച് അവിടെയുള്ള ചന്ദ്രമണ്ഡലത്തെ ദംശിച്ച് അവിടെ നിന്ന് അമൃത വർഷിച്ച് ആ യോഗിയായി ഇരിക്കുന്ന ഉപാസകന്റെ 72,000 നാഡീ ഞരമ്പുകളെയും ആ ഒരു അമൃത പ്ലാവനം ചെയ്ത്, അതായത് കുളിർക്ക് നനച്ചെന്നർത്ഥം, വീണ്ടും സുഷുമ്ന മാർഗത്തിലൂടെ മൂലാധാരത്തിലെത്തി അവിടെ ആ എല്ലാത്തിനെയും നിരോധിച്ചുകൊണ്ട് ഉറങ്ങുന്നു എന്ന് തന്ത്രശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് യോഗിമാരുടെ എല്ലാം തന്നെ അനുഭവമാണ്. അപ്പൊ അവരുടെ ആത്മീയ പുരോഗതിയിൽ അടിസ്ഥാനമായിരിക്കുന്ന ഈ കുണ്ടലിനി ഉപാസന വളരെ വളരെ എന്താ പറയാ പ്രായോഗികമായിട്ട് ഇന്നും
പലരും ചെയ്തു വരുന്നുണ്ട്. കാരണം ഇത് ആ ശക്തിയെ അറിയാനുള്ള യോഗശാസ്ത്രമാണ്. ഇന്ന് ആ ഒരു മഹത് വിദ്യയുടെ അറിവ് അതിനിഗൂഢമായിരിക്കുന്നത് എന്നതാണ് സത്യം. കാരണം ഇതൊരു വിധി നിയോഗമായിരിക്കാം. കാരണം ഇന്ന് ശ്രീവിദ്യാ മന്ത്രദീക്ഷിതർക്കെല്ലാം തന്നെ മന്ത്രജപത്തിലൂടെ ഈ അനുഭവം കിട്ടേണ്ടതാണ്. കാരണം അത് നമുക്ക് നമ്മുടെ പരമ്പരയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഗുരുവിന്റെയും ഈശ്വരന്റെയും അനുഗ്രഹം, ദേവിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് അനുഭവവേദ്യമാകുള്ളൂ. അപ്പൊ മൂലാധാരത്തെയാണ് നമ്മൾ കുലം എന്ന് പറയുന്നത്. അവിടെ കുലവധുവായിരിക്കുന്ന കുണ്ടലിനി ആയിരിക്കുന്ന ദേവി തന്റെ ഇരിപ്പിടം ഉപേക്ഷിച്ച് ആ ഒരു എന്താ പറയാ സഹസ്രാരത്തിലെത്തി പരമശിവനുമായിട്ട് മേളിച്ച് പിണ്ടാണ്ടമായിരിക്കുന്ന ഈ ശരീരത്തെ ദ്രവിപ്പിച്ച് സകല ഗ്രന്ഥികളെയും ചക്രങ്ങളെയും ഭേദിച്ച് ആ ഒരു പോയ മാർഗമായിരിക്കുന്ന സുഷുമ്ന നാഡിയിലൂടെ തന്നെ വീണ്ടും തന്റെ കുലസ്ഥാനത്ത് എത്തി സന്തുഷ്ടയായിരിക്കുന്നു. എങ്കിലും പ്രാണപതിയായിരിക്കുന്ന ശിവനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ സദാ അവിടെ എത്തിക്കാൻ ഓരോ മനുഷ്യനും മനുഷ്യജന്മത്തിന് നമ്മൾ പ്രയത്നിക്കേണ്ടതാണ്. കാരണം ഈ സത്യം അറിയാത്തവരുടെ കാര്യം പോട്ടെ, പക്ഷെ ഇത് അറിഞ്ഞാലാണ് നമ്മുടെ ശരീരം അല്ലെ, ആ ശരീരബോധത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തിയായിരിക്കുന്ന ദേവിയെ, അത് ആത്മശക്തി ദേവിയും ശിവനും ചേർന്ന് പൂർണ്ണമായിരിക്കുന്ന ആ ശിവശക്തി സ്വരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അറിഞ്ഞാൽ എന്താ വേണ്ടത്? ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അല്ലെ. അതുതന്നെയാണ് നമ്മൾ ദേവിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത്. എന്തിനാ നമ്മൾ ഈ പഞ്ചോപചാര, ഷോഡശോപചാര, ആ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളൊക്കെ ദേവിക്ക് ചെയ്യുന്നത്? ഈ ആത്മതത്വത്തെ അറിയാൻ. ഈ ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂജയുടെ ആവശ്യമില്ല. പകരം ദേവി നമ്മുടെ ആയിരിക്കുന്ന ശിവപദം തന്ന് നമ്മളെ അനുഗ്രഹിക്കും അല്ലെ. ശിവൻ മാത്രമാണ് പരമപുരുഷനായിരിക്കുന്ന പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം സദാ ഇരിക്കാതെ അമ്മ എന്തിനാണ് തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചാല് നമ്മളോടുള്ള ഉത്തരവാദിത്വം കൊണ്ട് മാത്രമാണ്. അമ്മയ്ക്ക് എന്താ സഹസ്രാരത്തിൽ തന്നെ ഇരിക്കാം അല്ലേ? പക്ഷെ അമ്മ തിരിച്ചു വരുന്നത് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ, നമ്മുടെ ശരീര കർമ്മങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ. ആ ഒരു ഉത്തരവാദിത്വം കൊണ്ടാണ് അമ്മ തിരിച്ചു മൂലാധാരത്തിലേക്ക് വരുന്നത്. അപ്പൊ ജീവൻ കുടികൊള്ളുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ പരിരക്ഷിക്കുക എന്നതാണ് ദേവിയുടെ ഉത്തരവാദിത്വം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അല്ല, നമ്മുടെ ആത്മാവിന്റെ ആരാണ് നമ്മുടെ അമ്മ? സാക്ഷാൽ ഈ ജഗദംബിക തന്നെയാണ് അല്ലേ. ആ ശ്വാസോച്ഛ്വാസ ഗതി നിലനിർത്തി ശരീര താപനിലയെ നിയന്ത്രിച്ച് നിശ്ചിത കാലം വരെ ജീവനെ ഈ ശരീരത്തിൽ ബന്ധിച്ചു നിർത്താൻ വേണ്ടി കുണ്ടലിനി ശക്തിയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തി ആ മൂലാധാര കന്ധത്തിൽ തന്നെ നിദ്രയിൽ മുഴുകണു. എന്താണ് അമ്മയ്ക്ക് നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ്? ചിന്തിച്ചു നോക്കൂ. അത്രയ്ക്കും ഒരു മാതൃഭാവത്തോടെ ഈ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും ഒക്കെ കാത്തുരക്ഷിക്കുന്ന ആ ജഗദംബിക, ഈ അമ്മയുടെ കരുണ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നന്ദി കെട്ടവരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഈ കുണ്ടലിനി ശക്തിയും ശ്രീവിദ്യാ സ്വരൂപം തന്നെയാണ്. ശ്രീവിദ്യാ സ്വരൂപത്തെയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ജഗന്മാതാവായിരിക്കുന്ന ശ്രീ ത്രിപുരസുന്ദരിയും കുണ്ടലിനി ശക്തിയും ശ്രീവിദ്യാ മന്ത്രങ്ങളായിരിക്കുന്ന ഈ ത്രയക്ഷരി, പഞ്ചദശി, ഷോഡശാക്ഷരി മന്ത്രങ്ങൾക്കും തമ്മിൽ യാതൊരു ഭേദവുമില്ല. ഇതാണ് ശ്രീവിദ്യയുടെ മഹാരഹസ്യാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വരുവസ്യ രഹസ്യത്തിൽ ഇത് പറയുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട് ഇല്ലേ. സാക്ഷാത് വിദ്യേഷ തതോദിത ജഗന്മാത അസ്യാഹ സ്വ അഭിന്നത്വം ശ്രീവിദ്യ രഹസ്യാർത്ഥ. ഇനി ദേവി പീഠങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നതാണ്. കാരണം കാമഗിരി പീഠത്തില് കാമേശ്വരിയായിട്ട് അവിടെ അനങ്കകുസുമ മുതലായിട്ടുള്ള ദേവതകളാൽ സേവിക്കപ്പെട്ട് അവിടെ രമിക്കുന്നു. പിന്നെയോ അമ്മ ജാലന്ധര പീഠത്തില് വജ്രപീഠത്തില് വജ്രേശ്വരിയായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ഇരിക്കണം. പിന്നെ പൂർണ്ണഗിരി പീഠത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയാ ഭഗമാലിനി ആയിട്ട് ദിഗംബരനായിരിക്കുന്ന ഭൈരവനാൽ പൂജിക്കപ്പെട്ടുകൊണ്ട് അവിടെ 3 തലത്തിലും 3 പീഠങ്ങളിലും ഒരേ ദേവി 3 രൂപത്തിലിരിക്കണമെന്ന് അർത്ഥം. അപ്പൊ ജഗത് സൃഷ്ടി ബീജമായിരിക്കുന്ന പരാശക്തിയിൽ നിന്ന് ആവിർഭവിച്ച വാമ, ജ്യേഷ്ഠ, രൗദ്രി ശക്തികള് 3 ദേവതകളായിട്ട് ശ്രീചക്രത്തിലെ അഷ്ടമാവരണത്തില് 3 പീഠങ്ങളുടെ അതീശ ശക്തികളായിട്ട് സർവസിദ്ധിപ്രദ ചക്രം എന്ന് പറയുന്ന ത്രികോണത്തില് അതിരഹസ്യ യോഗിനികളായിട്ട് പരിണമിക്കുന്നതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പരാമർശിച്ചതെല്ലാം അതാണ്. അപ്പൊ അതാണ് ആദ്യ ത്രികോണം, ബിന്ദുവിൽ നിന്നുണ്ടാകുന്ന ആദ്യ ത്രികോണം അല്ലെ. ആദ്യ ത്രികോണത്തിന്റെ നേരെ താഴെയുള്ള കോണില് ശ്രീ മിത്രേശനാഥനുമായിട്ട് ശ്രീ മഹാകാമേശ്വരിയായിട്ട് കാമഗിരി പീഠത്തില് ദക്ഷിണ ഭാഗത്തിൽ, അതായത് വലതുവശത്തുള്ള ആ ഒരു കോണില് ഷഷ്ടീഷനാഥനോടുകൂടി ശ്രീ മഹാവജ്രേശ്വരിയായിട്ടും ജാലന്ധര പീഠത്തിലെ ഇടതുഭാഗത്തുള്ള പൂർണ്ണഗിരി പീഠത്തില് ഉഡീശനാഥനോടുകൂടിയ മഹാഭഗമാലിനിയായിട്ടും ഈ ഒരേ പരദേവത, അതായത് ഈ മഹാത്രിപുര സുന്ദരി തന്നെയാണ് ഇരിക്കുന്നത്.
അമ്മ പരിണമിക്കുന്നത്, അല്ലെ? പരിണമിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നായി മാറിയിരിക്കുകയാണ് അമ്മ. അപ്പൊ അപ്രദക്ഷിണമായിട്ടാണ് ഈ ത്രികോണത്തില് കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി ദേവികളുടെ സ്ഥാനം. അപ്പൊ കാ, പൂ, ജ, ഓ എന്ന് പറഞ്ഞാല് ശക്തിപീഠങ്ങൾ. അതായത് ആ ശക്തിപീഠങ്ങൾ ആദ്യത്തെ ത്രികോണ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഈ 3 പേരെയും ശ്രീചക്രത്തില് ആ ഒരു ബിന്ദു മധ്യത്തില് ശ്രീ ചര്യാനാഥനോടൊപ്പം, അതായത് കാമേശ്വരനെയാണ് ചര്യാനാഥൻ ഈ യുഗത്തില്, അതായത് കലിയുഗത്തില്. ശ്രീ മഹാത്രിപുര സുന്ദരി ഈ യുഗത്തിലെ ദേവിയെ പറയുന്നതാണ് ചര്യാനാഥൻ, അതായത് കാമേശ്വരൻ. ദേവിയുടെ പേര് മഹാത്രിപുര സുന്ദരി. അങ്ങനെ വേണം അമ്മയെ ധ്യാനിക്കാനായിട്ട്. അതായത് ഒരു എന്താ പറയാ, ഒരു ഭാവനയായിട്ട്, പരമശിവന്റെ ഒരു പ്രതിഫലനമായിട്ട്, ശിവശക്തി ഐക്യ സ്വരൂപം ഈ വിശ്വത്തിന്റെ രൂപമായിട്ട്, അതായത് വ്യാവഹാരികമായിരിക്കുന്ന പ്രപഞ്ചദശയുടെ ആ ഒരു പുതിയ ഒരു ഡയമെൻഷനില് ശക്തി ആവിർഭൂതയാകുമ്പോൾ ഈ 4 ശക്തികളായിരിക്കണം. അതായത് ആ ഒരു 4 ശക്തിപീഠങ്ങളില് കാമഗിരി, പൂർണ്ണഗിരി, ജാലന്ധരം, ഒഡ്യാണം, ഈ ശക്തിപീഠങ്ങളില് കാമേശ്വരി, വജ്രേശ്വരി, ഭഗമാലിനി, 4മത്തത് ത്രിപുരസുന്ദരി, അല്ലെ? ഈ ശക്തികളായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ദേവി രൂപം കൊണ്ടു എന്നർത്ഥം. ഈ പീഠങ്ങള് പിണ്ടാണ്ടത്തില് സുഷുമ്നാ നാഡിയിലാണ്. കുണ്ടലിനിയുടെ പാതയിലുള്ള 4 മണ്ഡലങ്ങളായിട്ട് നമുക്കിതിനെ പറയാം. ബ്രഹ്മാണ്ടത്തിൽ പറയുകയാണെങ്കിൽ ഭൂമി, വായു, ജലം, അഗ്നി എന്നീ പറഞ്ഞ പഞ്ചഭൂത തലങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാമകേശ്വര തന്ത്രം പറയുന്നുണ്ട്. പല തന്ത്രഗ്രന്ഥങ്ങളിലും ഇത് പറയുന്നുണ്ട്. അപ്പോ ഒഡ്യാണ പീഠം മുതല് ബിന്ദു പീഠം, അവിടെയാണ് സാക്ഷാൽ ത്രിപുര സുന്ദരിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അവിടെ കദംബവനവാസിനിയായിട്ടും ഒഡ്യാണ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവളുമായി ഇരിക്കുന്ന സാക്ഷാൽ ത്രിപുര സുന്ദരിയായ ശിവയ്ക്കായിക്കൊണ്ട് നമസ്കാരം, 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 നമസ്കാരം. കാരണം ഇദ്ദേഹം 4 നമസ്കാരമാണ് പറയുന്നത്. കാരണം ഇവിടെ 4 ദേവികളാണ് ഇരിക്കുന്നത്, അല്ലെ? 4 ദേവികൾക്ക് 4 നമസ്കാരം. അതായത് ഈ ത്രിപുര സുന്ദരി ദേവി ആ ഒരു തൃക്കാലുകളിൽ അണിഞ്ഞിരിക്കുന്ന ചിലങ്കകളുടെ നാദം, ദേവിയെ നമസ്കരിക്കുന്നതിന്, ഉപാസിക്കുന്നതിന് നയിക്കുന്ന ദീപവുമായിരിക്കുന്ന ത്രിപുര സുന്ദരി ദണ്ഡകത്തെ ആര് ഭജിക്കുന്നുവോ, പാരായണം ചെയ്യുന്നുവോ, ആ സാധകൻ അഷ്ടഗുണങ്ങളാൽ അനുഗ്രഹിക്കപ്പെടും. നമ്മളെ ത്രിപുര സുന്ദരി ദണ്ഡകത്തിന്റെ ഒരു കണ്ടൻസ് ഫോമാണ്, അതിന്റെ അർത്ഥമാണ് ഇപ്പൊ കേട്ടത്. കാരണം ഒരു സാധകൻ അവന്റെ പൂർവ്വ കർമ്മ വാസനകളുടെ തടസ്സമില്ലാത്ത അഷ്ടഗുണങ്ങളോടുകൂടി അവന്റെ സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തനായിട്ട് തീരുന്നു. അപ്പൊ നമുക്ക് വളരെ അർത്ഥപൂർണമായിരിക്കുന്ന ഒരു ധ്യാന ശ്ലോകം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ത്രിപുര സുന്ദരി ദണ്ഡകം എന്ന് പറയുന്ന ആ ഒരു ദേവി, ത്രിപുര സുന്ദരിയുടെ മൂലമായിരിക്കുന്ന പ്രകൃതിയുടെ, അല്ലെ, എങ്ങനെയാണ് നമ്മൾ ദേവിയെ പണ്ട് കണ്ടിരുന്നത്, അമ്മയുടെ സ്ഥൂലം, സൂക്ഷ്മം, പര തുടങ്ങിയ ഭാവങ്ങള്, ശ്രീചക്രം എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, വളരെ ചെറുതായിട്ടാണെങ്കിലും. കാരണം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദേവിയുടെ ഇപ്പോഴത്തെ ആവിർഭാവം നമുക്ക് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റൂ. കാരണം ഒന്നും വ്യത്യാസമില്ല. മൂലമായിട്ട് പറയുകയാണെങ്കിൽ പഞ്ചദശാക്ഷരി മന്ത്രവും ഷോഡശി മന്ത്രവും ത്രിപുര ഈ പറയുന്ന ബാലാമന്ത്രവും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഒന്ന് തന്നെ വേറൊന്നായിട്ടിരിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു ധ്യാന ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. കാരണം വളരെ വിശേഷപ്പെട്ട ഒരു ധ്യാനാണ്. എന്താണ്? സുധാംബുധ വരുണബോധ സുവർണശൈല കാദംബ ദിവ്യ വനമധ്യമ വർണ്ണഭൂമൗ ഭാസ്വതി ചിത്രമണി മണ്ഡപ ദിവ്യപീഠ മധ്യസ്ഥിത ഭുവനമാതരമാശ്രയാമി. അപ്പൊ എന്താണ് ദേവി? ഇത് വളരെ മനോഹരമായിരിക്കുന്ന സുധാ സിന്ദൂർ മധ്യ സൗന്ദര്യ ലഹരിയിലെ ശ്ലോകം പോലെ തന്നെയാണ്. സുധാസമുദ്രത്തിലെ അരുണമയമായ നൗക പോലെയുള്ള സ്വർണ്ണ ശൈലമായിരിക്കുന്ന മഹാമേരു പർവ്വതത്തില് ദിവ്യമായിരിക്കുന്ന കദംബവനത്തിന്റെ മധ്യത്തിലുള്ള ആ ഒരു പ്രഭാമയമായിരിക്കുന്ന ഭൂമിയില്, അഥവാ മാതൃകാ വർണ്ണങ്ങൾ ഉത്ഭവിക്കുന്ന ദിവ്യഭൂമി, വിശുദ്ധമായിരിക്കുന്ന സ്ഥാനത്തില് പ്രകാശിക്കുന്ന വിചിത്രമായ ചിന്താമണി മണ്ഡപത്തിലുള്ള ദിവ്യമായിരിക്കുന്ന പീഠത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ഭുവനമാതരം ആശ്രയാമി. ഭുവനമാതരം എന്ന് പറഞ്ഞാൽ ഭുവനത്തിന്റെ അമ്മ, അതായത് ജഗന്മാതാവിനെ എന്റെ പരദേവതയായിട്ട് ഞാനിതാ ആശ്രയിക്കുന്നു. ബ്രഹ്മാവ്, ഇന്ദ്ര, രുദ്ര, ഹരി, ചന്ദ്ര, സൂര്യൻ, സ്കന്ദൻ, ഗണപതി, അഗ്നി എന്നിവരാൽ സ്തുതിക്കപ്പെടുന്ന അല്ലയോ അമ്മേ, വാഗീശ്വരിയായ വാക്കിന് അധീശയായിരിക്കുന്നവളെ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകൾക്ക് ഈശ്വരിയായിരിക്കുന്ന അല്ലയോ ത്രിപുരേശി, പ്രപഞ്ച മാതാവായിരിക്കുന്ന എന്റെ പരദേവതേ. വാഗീശ്വരി എന്ന് പറഞ്ഞാൽ എന്താ? വാഗ്ഭവ ബീജം, അതായത് ത്രയക്ഷര മന്ത്രത്തിലെ ആ ഭുവനേശ്വരി എന്നത് കാമരാജ മന്ത്രാണ്. ആ വിശ്വമാതാവ് എന്നത് ശക്തി ബീജം. ഈ 3 എന്താ പറയുക ബീജങ്ങളും 3 അവസ്ഥയാണ് കുറിക്കുന്നത്.
അപ്പോ ഈ ശക്തി ബീജ എന്താ എപ്പോഴും ത്രയക്ഷരി മന്ത്രശക്തിയാണ് ഇവിടെ സ്തുതിക്കുന്നത്. കാരണം സകല ജീവജാലങ്ങളുടെയും അന്തർബഹിർച്ച അകവും പുറവും വ്യാപിച്ചിരിക്കുന്നത് ചിത് ശക്തിയായിരിക്കുന്ന ദേവിയാണ്. ആ ദേവിയെ നമസ്കരിക്കുന്നു. അപ്പൊ ഈ ചിത് ശക്തി തന്നെയാണ് ശരീരത്തിന്റെ അന്തർഭാഗത്ത്, അതായത് ഹൃദയസ്ഥാനത്തും ബഹിരാകാശത്തിലും പുറമേയുള്ള നിഖില പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലെ പ്രകാശിക്കുന്ന സൂര്യനിലും ഭൂമിയിലെ ഒരു പൊത്തിൽ എഴയുന്ന നിസാരമായിരിക്കുന്ന ഒരു പുഴുവിലും സാന്നിധ്യമായിരിക്കുന്നത് ഒരേ ചിത്ശക്തിയാണെന്ന് നമ്മൾ അറിയണം. ആ ദേവിക്കായിക്കൊണ്ട് സദാ നമസ്കാരം. അപ്പോ ആ ദേവിയുടെ പാദപത്മങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് അമ്മയുടെ ഈ ധ്യാന ശ്ലോകം സദാ നമ്മുടെ ബോധമണ്ഡലത്തില് തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ പരദേവതയായിരിക്കുന്ന നമ്മുടെ സ്വമാതാവായിരിക്കുന്ന അമ്മയുടെ പാദപത്മങ്ങളെ പൂർണ്ണമായിട്ട് ശരണാഗതി ചെയ്തുകൊണ്ട് ആ നമസ്കരിക്കുന്ന എല്ലാവരുടെയും, അല്ലെ, ഇത് കേൾക്കുന്നവരുടെയും എന്റെയും എല്ലാവരുടെയും ആ എന്താ പറയാ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹവും ആ ഒരു എന്താ പറയാ അനുഗ്രഹം മാത്രമല്ല നമ്മളെ കാത്തുകൊള്ളണം, അല്ലേ? ദേവി തുഭ്യം നമോ നമ. അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമ.